കാലടി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രായത്തിന്റെ മാനദണ്ഡം പാലിക്കാതെ മത്സരിച്ച് വിജയിച്ചതായി പരാതി. ഡിവൈഎഫ്ഐ കാലടി മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കാലടി ഗ്രാമപഞ്ചായത്തിലെ 2024 കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ദുൽദുൽ പാറപ്പുറം ക്ലബിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം എടപ്പാൾ ശുഗപുരത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയത്. പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ സംഘാടകനും ദുൽദുൽ പാലപ്പുറത്തിന് വേണ്ടി മത്സരിക്കുകയും പുരുഷ വിഭാഗം സിംഗിൾസ്, ഡബിൾസ് വിഭാഗം മത്സരത്തിൽ വിജയിയാവുകയും ചെയ്തു. എന്നാൽ ഈ വ്യക്തിക്ക് 40 വയസ്സ് പിന്നിട്ടെന്നാണ് ഡിവൈഎഫ്ഐ കാലടി മേഖലാ കമ്മിറ്റി പ്രവർത്തകരുടെ ആരോപണം. 40 വയസ്സും 2 മാസവും മാത്രമുള്ളയാളെ മത്സരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് 40 വയസ്സ് പിന്നിട്ടയാൾ പ്രായത്തിൽ തിരിമറി നടത്തി മത്സരിച്ചതെന്നാണ് ആരോപണമുയരുന്നത്. കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇയാൾക്ക് 44 വയസ്സായി അത് മാറൽ മാത്രമല്ല അപ്പോഴുണ്ടായിരുന്നത് നടത്തുമ്പോ പഞ്ചായത്തിന്റെ കേരളോത്സവ മത്സരങ്ങൾക്ക് ശേഷം വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് മാത്രം നൽകുകയും പിന്നെ സമാപന പരിപാടികൾ, ട്രോഫികൾ കൈമാറുകയുമാണ് പതിവ്. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വിജയിച്ചയാൾക്ക് സമ്മാനദാനം നിർവഹിച്ചതായും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. 2024 കേരളോത്സവത്തിന്റെ ഭാഗമായി കാലടി പഞ്ചായത്തിനകത്ത് ഇന്നലെയാണ് ഷട്ടിൽ ടൂർണമെന്റ് നടന്നത്. ഇതിനകത്ത് മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ കേരളോത്സവം നടക്കുമ്പോൾ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് അതിനകത്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ കാലടി ഗ്രാമപഞ്ചായത്തിനകത്ത് ഇന്നലെ നടന്ന ഈ ഷട്ടിൽ ബാറ്റ് ടൂർണമെന്റിനകത്ത് 43 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് മത്സരിച്ചിട്ടുള്ളത്. അത് ഇന്നലെ മത്സരം നടക്കുമ്പോൾ അതിനകത്ത് മത്സരിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ആ വിഷയം പറഞ്ഞു. 40 വയസ്സ് വരെ പാടുള്ളൂ, 44 വയസ്സോളം ഉള്ള ഒരാളാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഈ പഞ്ചായത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അത് നടത്തി നിന്ന പ്രധാനപ്പെട്ട ക്ലബിന്റെ ആൾക്കാരോ അതിനൊരു ഇടപെടൽ നടത്തിയില്ല. തുടർന്നും ആ മത്സരാർത്ഥികളെ പുല്ലുവില പോലും കൊടുക്കാതെ അതിനകത്ത് ആ മത്സരം തുടർന്നു. ഇനി ആ ഷട്ടിൽ ബാറ്റ് ടൂർണമെന്റ് മത്സരം നടത്തിയിരുന്ന അവര് തന്നെയായിരുന്നു അതിനകത്ത് ഫസ്റ്റ്, ആ ക്ലബ്ബ് തന്നെയായിരുന്നു ഈ വ്യക്തി ഫസ്റ്റ് വന്ന ഒരു ക്ലബ്ബും. അപ്പൊ നമ്മളത് പഞ്ചായത്ത് ഇത് വേണ്ട രീതിയിൽ ഒരു ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു 100% ബോധ്യത്തോടെ കൂടെയാണ് ഇന്ന് ഈ പഞ്ചായത്തിനകത്ത് പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം. ഇന്നലെ അതിനകത്ത് മത്സരിച്ചിരുന്ന പല കായിക താരങ്ങളും നമ്മളെ ബന്ധപ്പെട്ടു, ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും അതൊരു ഈ പഞ്ചായത്തിനകത്ത് ചേർന്നതല്ല. കാരണം എന്തെന്ന് വെച്ചാൽ അതിലുപരി നമുക്കൊന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ഇപ്പോ ഉണ്ടായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഹസ്ബൻഡ് കൂടിയാണുള്ളത്. അപ്പോ ഈ മുൻ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷത്തെ UDF മെമ്പറാണ്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും ഇപ്പോൾ UDF അധികാരത്തിലാണ്. അപ്പൊ ഇത് എല്ലാം ഒരു ഭരണ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പഞ്ചായത്തിന്റെയും ഇവിടെ പഞ്ചായത്തിനകത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അയാൾ അവിടെ മത്സരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വേണ്ട നടപടികൾ എടുക്കണമെന്നും ഞങ്ങൾ ഡിവൈഎഫ്ഐ കാലടി മേഖലാ കമ്മിറ്റി പറയുകയാണ്. നമ്മളിവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു നമുക്ക് എല്ലാവരെയും ഈ മത്സരാർത്ഥികളെ അവഗണിക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു മറുപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭർത്താവുമായ ആളെന്ന പരിഗണനയിലാണ് ആരോപണ വിധേയൻ മത്സരിച്ചതെന്നും സംഭവം ഗൌരവതരമാണെന്നും പുരുഷ വിഭാഗം ബാഡ്മിന്റൺ മത്സരഫലങ്ങൾ ക്യാൻസൽ ചെയ്യാനും കേരളോത്സവ നിയമാവലി പ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളാനും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാലടി മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. സെക്രട്ടറി പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു അറിയിച്ചു. കാലടി ഗ്രാമപഞ്ചായത്തിലെ 2024 കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഷട്ടിൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് ഒരു പരാതി സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തി ഉചിതമായി തീരുമാനമെടുക്കുന്നതാണ്. മത്സരരംഗത്തുണ്ടായിരുന്ന വ്യക്തിക്ക് 40 വയസ്സ് പൂർത്തിയായ വിഷയം മത്സര സമയത്തു തന്നെ മറ്റ് മത്സരാർത്ഥികൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ പ്രതിഷേധം വകവയ്ക്കാതെ കേരളോത്സവത്തിന്റെ ബൈലോ പ്രകാരമുള്ള നിയമാവലികൾ ഒന്നും പാലിക്കാതെ മത്സരം നടത്തുകയാണുണ്ടായത്. ഇത് തീർത്തും തെറ്റും മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്നും പരാതി നൽകിയ ശേഷം ഡിവൈഎഫ്ഐ കാലടി മേഖലാ പ്രസിഡന്റ് ഷാഹുൽ നരിപ്പറമ്പ്, പഞ്ചായത്ത് അംഗം സുരേഷ് പനക്കൽ, സമീർ നരിപ്പറമ്പ്, ഷംനാദ് കണ്ടനകം, അഭിലാഷ് എന്നിവർ പറഞ്ഞു. ഇപ്പോ ഷാഹുലോടെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കി മത്സരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മത്സരങ്ങളൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തായിട്ടാണ് കാണുന്നത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയിലും അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ട്രോഫി കൊടുത്തതായിട്ടാണ് ഫോട്ടോ വന്നിട്ടുള്ളത്.
അപ്പോ ആൾറെഡി മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മത്സരം നടത്തിയത്. അതേപോലെ തന്നെ മാനദണ്ഡം ലംഘിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതായത് ട്രോഫികൾ കൊടുക്കണമെന്നും കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങുന്നും ഒക്കെ പഞ്ചായത്തിന് അറിയായിരുന്നു തോന്നുന്നു. കാരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഒരു ജീവിത പങ്കാളി കൂടിയാണല്ലോ. ആ രീതിയിൽ എല്ലാ ചടങ്ങുകളും ഇന്നലെ മത്സരം നടത്തിയതുമായി ബന്ധപ്പെട്ട് എല്ലാ ചടങ്ങുകളും അവിടെ അവസാനിപ്പിച്ചവര്. കാരണം ആ ട്രോഫി ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ മത്സരം വേറെ നടത്തുക എന്ന് പറഞ്ഞാൽ അധിക ചെലവ് വരികയാണ്. അതൊക്കെ തന്നെ പഞ്ചായത്തിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അധികാരികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുള്ള പിടിപ്പുകേടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൊക്കെ തന്നെ ശക്തമായ നടപടിയും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അത് മീൻസ് ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് കേരളോത്സവത്തിലെ മത്സരങ്ങളൊക്കെ നടക്കാനുള്ളതാണ്. ഈ മത്സരങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ കാലടി പഞ്ചായത്തിനകത്ത് 15 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കാനും അതിൽ പങ്കെടുക്കുന്നവരൊക്കെ തന്നെ അവർക്ക് സന്തോഷകരമായി തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയും ആരെയും തന്നെ അയോഗ്യരാക്കാതെ യോഗ്യതയില്ലാത്ത ആളുകളെ മത്സരിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ ട്രോഫികൾ വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് നടത്തുന്ന ഈ നടപടികളൊക്കെ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് നമുക്ക് അതുകൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. NC ന്യൂസ് തവനൂർ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.